അപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. DCRB DYSP സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. നാറ്റ്പാക് പ്രതിനിധിയും MVDയും ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നും എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ് പറഞ്ഞു. ഹ്യൂമൻ എറർ കൊണ്ടാണോ അതോ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ ഈ അപകടം സംഭവിച്ചതെന്നും അതുകൂടാതെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ റോഡിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പരിശോധന നടത്തിയിട്ടുള്ളൂ, പല ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ചതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അത് പോസ്റ്റ് ക്രാഷ് അനാലൈസിസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് റിപ്പോർട്ടാകുന്ന മുറയ്ക്ക് അറിയിക്കാം. ഇപ്പോൾ നിലവിൽ എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണം നടക്കുന്നുവെന്നും സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. അപകടത്തിന്റെ അപ്ഡേഷനിൽ കുറച്ച് സീരിയസ് മാറ്ററാണത്. അതായത് ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും ഒരു 5 day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം ഗവർണർമാരുണ്ടെന്നാണ് വെപ്പ്. സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. ഇന്നലത്തെ അപകടത്തിന്റെ ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കണ്ടുവരാം. ആ അപകടത്തിന്റെ വ്യാപ്തി, ആഴവും മനസ്സിലാക്കണമെങ്കിൽ ആ ദൃശ്യം തന്നെ കാണണം. വീണ്ടും വീണ്ടും കാണുമ്പോൾ പോലും നമുക്കേറെ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യമാണിത്. എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോണൽ കൃഷ്ണ കുറ്റിപ്പുറത്ത് നിന്ന് ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. സോണൽ, എല്ലാവർക്കും ഞെട്ടലാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലിനപ്പുറത്ത് ഇതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രി പറയുന്നുണ്ട്, ഇപ്പോൾ പ്രാഥമികമായ വിലയിരുത്തലിൽ ഈ അമിത വേഗത അതൊരു കാരണമായി എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ റോഡിന്റെ അശാസ്ത്രീയതയടക്കം അവിടെയുള്ള നാട്ടുകാർ വലിയ വിഷയമായി ഉയർത്തിക്കാട്ടിയതാണ്. മഴയുണ്ടായിരുന്നു, മഴയത്ത് റോഡിൽ വഴുക്കലുണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട വിഷയമാണ്, വലിയൊരു അപകടമാണ്. എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തണം. അതിനൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പാലിക്കേണ്ട മര്യാദകൾ, അത് പാലിക്കാത്തതിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. റോഷ്നി, പ്രധാനമായി സൂചിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അമിത വേഗത ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അദ്ദേഹം ബ്രേക്ക് ചവിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ ഡ്രൈവർ ബ്രേക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബസ് മറഞ്ഞത് എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക് ചവിട്ടാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളതാണ് ആദ്യം ഇനി കണ്ടെത്തേണ്ടത്. അതിന് ഡ്രൈവറുടെ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണ്. ഈ സംസാരിക്കാൻ പാകത്തിലായിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് നിർണായകം. അദ്ദേഹം പറയുന്നതനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതാണ്. കാരണം മനുഷ്യനാൽ നിർമ്മിച്ചതാണോ, അല്ലെങ്കിൽ ഈ വാഹനത്തിന് എന്തെങ്കിലും ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ഈ റോഡിൻ്റെ ഘടനയ്ക്ക് പല വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ പ്രദേശത്തെക്കുറിച്ച്, ഈ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതൊക്കെയാണോ കാരണം എന്നുള്ളത് പല കാരണങ്ങൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഡ്രൈവറുടെ മൊഴി നിർണായകമാണ്. അതുകൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിവരം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പും മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പും മറ്റു ഉദ്യോഗസ്ഥരും എത്തി കൃത്യമായി പരിശോധന, ബസ് ഉൾപ്പെടെയുള്ള അവ നോക്കി കണ്ട് കൃത്യമായി പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആ സമയത്ത് അപകടം നടക്കുന്ന ഇന്നലെ രാവിലെ 10:55 അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ മഴയുണ്ടായിരുന്നു. ഈ പാത, അതായത് ഈ പാത നനഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബസ് തെന്നാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് തിരിച്ചതോടുകൂടി ആ ബസ് മറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം,
ആ കാണുന്ന ഡിവൈഡറിലാണ് ആ ബസ് ചെരിഞ്ഞ് മറഞ്ഞു വന്നിടിക്കുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ ആ ബസ് പിളർന്നു പോകുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അങ്ങനെ ഒരു ഭാഗം ദേശീയപാതയിലേക്കും മറ്റൊന്ന് സർവീസ് റോഡിലേക്കുമായിട്ടായിരുന്നു കിടന്നത്. ഏകദേശം കണക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള കണക്ക് പ്രകാരം 39 പേരായിരുന്നു ആ ബസ്സിൽ സഞ്ചരിച്ചിരുന്നത്. അതിലൊരാൾ ദൗർഭാഗ്യവശാൽ നമ്മെ വിട്ട് പിരിഞ്ഞു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വളരെ സങ്കടത്തോടു കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും 3 പേർ വളരെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. DYSPയുടെ നേതൃത്വത്തിലാണ് ആ ടീം അന്വേഷിക്കുക. അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ടീമിലുണ്ട്. അതോടൊപ്പം ഈ ദേശീയപാത അതോറിറ്റിയുടെയും ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആ ടീമിന് അങ്ങനെ സംയുക്തമായിട്ടുള്ള ഒരു ടീം ഫോം ചെയ്തുകൊണ്ട് എന്താണ് ഈ അപകട കാരണമെന്ന് വിശദമായി പഠിക്കും എന്ന് ഈ ഉദ്യോഗസ്ഥർ ഇന്ന് നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പറഞ്ഞു വെക്കേണ്ടത് ഈ പ്രദേശത്തിന്റെ ഒരു ഘടനയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയിലാണ്. എനിക്ക് ഇടതുവശം കാണുന്നത് ഈ 6 വരി പാതയാണ്. ഈ പാത അങ്ങനെ പോയി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ മുകളിലൂടെയുള്ള ആ പാലത്തിന്റെ പരിസരത്തെത്തുമ്പോൾ അത് 4 വരി പാതയായി മാറുന്ന കാഴ്ചയാണ്. അതായത് പെട്ടെന്ന് അമിത വേഗത്തിൽ എത്തുന്ന വാഹനങ്ങൾ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് സ്ലോ ആക്കേണ്ട സാഹചര്യം വരും. അതൊരു പക്ഷേ അവർക്ക് നിയന്ത്രണം ലഭിച്ചില്ലെങ്കിൽ അവിടെ മറ്റു വാഹനങ്ങളിൽ പോയി ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്ത് മാത്രം കഴിഞ്ഞ 1 മാസത്തെ കണക്കെടുത്താൽ 15ൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചെയിനായിട്ട് 10ഓളം വരുന്ന വാഹനങ്ങൾ ഇടിച്ച് അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാണുന്ന സ്ഥലത്താണ്. അതായത് ഈ 6 വരിപ്പാത 4 വരിപ്പാതയായി ചുരുങ്ങുന്ന സ്ഥലത്താണ് ആ ചെയിൻ പോലെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്താണ് ദേശീയപാതയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു എൻട്രി പോയിന്റ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഈ പാലത്തിനടുത്ത് ഈ അപകടം നടന്നതിന് തൊട്ടടുത്തുള്ള ഈ പ്രദേശത്താണ്. അതായത് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ ദേശീയപാതയിലേക്ക് കടക്കുന്നത് കൃത്യമായി ഈ 6 വരിപ്പാതയിൽ, അതായത് പ്രധാന പാതയിൽ വരുന്ന വാഹനങ്ങൾക്ക് വിസിബിൾ അല്ല എന്നുള്ളത് ഇന്നലെ പല ഡ്രൈവർമാരും നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതായത് ഈ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനം പെട്ടെന്ന് ദേശീയപാതയിലൂടെ പ്രധാന പാതയിലേക്ക് കയറുമ്പോൾ അതായത് പ്രധാന പാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി പരിഗണിച്ച് ഈ പ്രദേശത്തിന്റെ ഘടന പരിഗണിച്ച് എന്താണ് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നത് കണ്ടെത്തി പഠനം നടത്തി അതിലൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇന്നലെ അപകടം നടന്ന സമയത്തും ഇവിടെ ഒരു കാറ് തകർന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലൊക്കെ ആ കാർ ഇവിടെ കിടക്കുന്നത് കണ്ടതാണ്. അത് തൊട്ടടുത്ത മുന്നത്തെ ദിവസം അപകടത്തിൽപ്പെട്ട കാറായിരുന്നു. അതിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു 1 മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 15ൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിരം അപകട മേഖലയാണ് ഇത് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് ഇന്നലെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ, അതായത് തലയ്ക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ള സ്പൈനൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായി ടോൾ പ്ലാസകളിൽ ഫാസ്റ്റ് ട്രാക്കിലാണ് ഇത്തരത്തിൽ, അതായത് പെട്ടെന്ന് പോകാനുള്ള വേഗപാതയിലാണ് ആംബുലൻസുകൾക്ക് പാതയൊരുക്കേണ്ടത്. ആദ്യം പോയ ആംബുലൻസ് ഇക്കാര്യം അവിടെ ടോൾ പ്ലാസയിൽ അറിയിച്ചതാണ്. പക്ഷേ പിന്നീട് പുറകിൽ വന്ന ആംബുലൻസുകളൊക്കെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ മിനിറ്റുകളോളം താമസിച്ച് കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം ഉന്നയിച്ച് ഇന്നലെ അവിടെ ചെറിയ തർക്കം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ വിഷയം അവിടെ ചെന്ന് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒരു ആംബുലൻസ് ആ ടോൾ പ്ലാസയിൽ കുടുങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ വിഷയവും ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ആ ടോൾ പ്ലാസ വിഷയത്തിലൂടെ ഒരു അടിയന്തര ഇടപെടൽ വേണമെന്നുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകളുടെയും ആംബുലൻസ് ഡ്രൈവർമാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. രോഷ്നി, സോണൽ കൃഷിയാണ് പ്രദേശത്തു നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ അപകടത്തിന്റെ കാരണം അത് അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നിരവധി വിഷയങ്ങൾ അതിന് കാരണമായെന്ന് നമ്മൾ കരുതുന്നതുണ്ട്. പ്രത്യേകിച്ച് ആ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമടക്കം പ്രദേശവാസികൾ ഉന്നയിക്കുന്ന കാര്യം പരിശോധിച്ച് അതിൽ നടപടികൾ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. അതിനൊപ്പം തന്നെ വാഹനം ഓടിക്കുന്നവർ അവരുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന പിഴവുകൾ, അശ്രദ്ധ, ഇതിനുകൂടി ഒരു പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അത് ഓരോരുത്തരും അവനവനാൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിനൊപ്പം തന്നെ സ്റ്റേറ്റ് ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടികൾ എടുക്കുന്നു ഗൗരവമായി എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുകയാണ്.